അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബി കണ്ട ആ സ്വപ്നം തനിക്ക് നേരെ ഒരു പിഞ്ചു കുഞ്ഞുമായി കടന്നു വരുന്ന തൻ്റെ സൈത്തൂൻ ബീവി അറിയാതെ ഉറങ്ങിപ്പോകുന്നു. സൈത്തൂൻ, കുഞ്ഞിന് പാല് കൊടുക്ക് പെണ്ണേ. കുഞ്ഞതൊക്കെ കരയുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് ഞെട്ടിയുറന്ന സൈത്തൂൻ ബീവി, സെയ്ഫ്, അങ്ങ് എന്താ എന്നോട് പറഞ്ഞത്? ഒന്നുകൂടി പറയൂ. വീണ്ടും ആ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടി അവൾ കൊതിച്ചു. തൻ്റെ ഭർത്താവ് സ്വപ്നത്തിൽ പറഞ്ഞതാണെന്ന് അവൾക്കൊരിക്കലും മനസ്സിലായതേയില്ല. വീണ്ടും തൻ്റെ ഭർത്താവിൽ നിന്ന് ആ ഒരു വാക്ക് കേൾക്കാൻ അവൾ ഒരുപാട് കൊതിച്ചുപോയി. സൈത്തൂൻ, കുഞ്ഞിന് പാല് കൊടുക്ക് പെണ്ണേ. നീ എന്തൊരുറക്കാത്? കുഞ്ഞ് കരയുന്ന കണ്ടില്ലേ? അദ്ദേഹം പലതവണ അതിന് ശ്രമിച്ചെങ്കിലും അതിന് കഴിയുന്നില്ലായിരുന്നു. സെയ്ഫ് കണ്ട സ്വപ്നം ശരിക്കും അയാളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് തട്ടിയുണർത്തി. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. ഒരു നിമിഷം അറബി വിചാരിച്ചു, പടച്ചോനായിട്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ആ കുഞ്ഞിനെ ഇറക്കി തന്നത്. കാരണം ഞാൻ എൻ്റെ ഭാര്യ അവളുമായി ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായില്ല. പിന്നീട് കാര്യം മനസ്സിലായി, അവൾക്ക് അതിനുള്ള ശേഷിയില്ല എന്നുള്ളത്. എൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരമാണ് മസ്രയിൽ നിന്ന് അവളെ കൊണ്ടുവന്നത്. തിരിച്ചവളെ പറഞ്ഞയക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. പക്ഷേ അവളതിന് സമ്മതിക്കില്ല. ഇപ്പോഴെനിക്ക് തോന്നാണ്, ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായത് നല്ലതിനായിരിക്കും. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൾക്കൊരു കുഞ്ഞിനെ നൽകാൻ എങ്ങനെയെങ്കിലും അവൾ സന്തോഷിപ്പിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം രാത്രിയിൽ ഫർസാനയുടെ മുറിയിൽ നിറയെ കണ്ണീരായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതെ, താൻ തൻ്റെ എല്ലാ കാര്യങ്ങളും അറബിയോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ സ്ഥാനമില്ല, സ്ഥാനമാനങ്ങളില്ല, ഇവിടെയുള്ള സൗകര്യങ്ങളില്ല. താൻ പഴയതുപോലെ തന്നെ മസ്രയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ആ ഒരു മൂലയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബീവി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അല്ല എൻ്റെ ജീവിതത്തിലുള്ളത്. സൈത്തൂൻ ബീവിക്കറിയില്ലല്ലോ എൻ്റെ സ്ഥിതിഗതികൾ ഇതാണെന്ന്. പാവം ബീവി എന്നെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയാക്കുവാൻ വേണ്ടി പറയുന്നു. നിഷ്കളങ്കയായ, അത്രയ്ക്കു സ്നേഹനിധിയായ ഭാര്യയാണ് സൈത്തൂൻ ബീവി. അവർക്കറിയില്ലല്ലോ എൻ്റെ ചരിത്രങ്ങൾ. എന്നാൽ ഇപ്പോൾ താൻ എല്ലാ കാര്യങ്ങളും അറബിയോട് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു എൻ്റെ സുഖജീവിതം, സുഖവാസം. ഇത്രക്കും വിശാലമായ ഈ വീട്ടിൽ, വിശാലമായ ഈ റൂമിൽ ഞാൻ ഒരു രാജകുമാരിയെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എനിക്കുള്ള ഫുഡ്, കാര്യങ്ങൾ എല്ലാ സെർവൻസ് കൊണ്ടുവരും, തന്നെ വിളിക്കും, ബീവിയുടെ കൂടെ ഇരിക്കും. ബീവിയാണെങ്കിൽ എന്തൊരു സാധനം വാങ്ങുമ്പോഴും അത് എനിക്കും അതുപോലെ വാങ്ങും. എല്ലാ കാര്യത്തിലും അവർക്കുള്ളതുപോലെ എനിക്കും നൽകുക പതിവായി. ഉംറയ്ക്ക് വരെ എന്നെ കൂടെ കൊണ്ടുപോയി. സ്വന്തം കൂടെപ്പിറപ്പ് പോലെ. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ എനിക്കും അതുപോലെ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഇടിയിപ്പിക്കും. ഞാൻ പറയും, വേണ്ട, എനിക്ക് വേണ്ട. പക്ഷേ അത് പറ്റില്ല. ഞാൻ ധരിക്കുന്നുണ്ടെങ്കിൽ നീയും ധരിക്കണം എൻ്റെ ഫർസാന. ബീവിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ പലപ്പോഴും ഫർസാന തോറ്റുപോയിട്ടുണ്ട്. കാര്യങ്ങൾ സൈത്തൂൻ ബീവി അറിയുമ്പോൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞു എൻ്റെ സുഖജീവിതം, കഴിഞ്ഞു. ഫർസാന അവളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നാളെ പുലർച്ചെ, ഈ രാത്രി കൂടി എനിക്കിവിടെ താമസിക്കാം. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? അത് എന്തൊക്കെ തന്നെയാലും അർബാവ് പറയും ബീവിയോട് പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പറഞ്ഞാൽ ഞാൻ ബീവിയുടെ മുമ്പിൽ ആകെ നാണം കെടും. അവരെന്നെ വലിയ തെറ്റുകാരിയാക്കി ചിത്രീകരിക്കും. ഉറപ്പായിട്ടും എനിക്കറിയാം. കാരണം തെറ്റ് ചെയ്താൽ ഇവിടെ അപ്പോൾ തന്നെ ശിക്ഷ ഏറ്റെടുക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം പറഞ്ഞു. ഇനി ഈ വീട്ടിലെനിക്ക് സ്ഥാനമില്ല. നാളെ പുലർച്ചെ തന്നെ ബീവി എത്തും. ഫർസാന, എടുക്കാനുള്ളതൊക്കെ എടുത്തോ. മതി. ഞാൻ അറിഞ്ഞില്ല ഒന്നും. എന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ നാണം തോന്നി. ഞാനായിട്ടാണ് ഈ ഒരു കൃത്യത്തിന് തയ്യാറായത്. അതുകൊണ്ട് ഫർസാന,
ചെല്ല്, ഇനി നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം നീ തെറ്റ് ചെയ്ത, വലിയ തെറ്റ് ചെയ്തൊരു പെണ്ണാണ്. അറിഞ്ഞുകൊണ്ടല്ല ഞാനിതിനു വേണ്ടി നിന്നത്. എൻ്റെ ഭർത്താവ് എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. ഫർസാന, മതി, എടുത്തോ. നിനക്ക് മസറയിൽ വരെ നിന്നെ നിർത്തുന്നത് എനിക്കിഷ്ടമല്ല. കാരണം അവിടെ എൻ്റെ വിശ്വസ്തരായ ജോലിക്കാരാണുള്ളത്. അവരുടെ ഇടയിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത ഒരു പെണ്ണ്, അത് ബർക്കത്ത് തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ആ ഒരു വീട്, ഞങ്ങളുടെ ആ ഒരു മസറ, അവിടുത്തെ ജീവജാലങ്ങൾ എല്ലാത്തിനും കൂടി ഒരു പ്രശ്നമായി തീരും നീയെ. അതുകൊണ്ട് ദയവായി നീ നാട്ടിലേക്ക് പോയിക്കോ. നാട്ടിൽ പോയിട്ട് അവിടെ ജീവിച്ചോ. നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയോ അതോ നിന്നെ തെറ്റുകാരനാക്കിയ ആ ഒരു ടീമിൻ്റെ കൂടെയോ എങ്ങനെയെങ്കിലും ജീവിച്ചോ. ഇറങ്ങിക്കോ. ബീവി പ്ലീസ്. അവൾ കരയുകയാണ്. ഒന്നും പറയണ്ട, ഇറങ്ങാനാ പറഞ്ഞത്. അവളുടെ കയ്യിൽ കിട്ടിയ ഡ്രസ്സുകളെല്ലാം അവൾ ആ ബാഗിൽ തിരുകി പേടിച്ചുകൊണ്ട്, വേഗം ഇറങ്ങുന്നുണ്ടോ അതോ ഇറക്കി വിടണോ, പിടിച്ച് വലിച്ചിറക്കണോ? ജെയ്ത്തൂൻ ബീവിയുടെ അങ്ങനെയുള്ളൊരു മുഖം ഒരിക്കലും അവൾ കണ്ടിട്ടേയില്ല. ഞാൻ ഇറങ്ങിക്കോളാം. ദേ, അർബ വരുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം. അല്ലാത്ത പക്ഷം പിടിച്ചിറക്കേണ്ടി വരും, ആളുകളെ വിളിക്കേണ്ടി വരും. ഇനിയും നിന്നെ ഇവിടെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. നീ എന്തൊരു ചതി ചെയ്ത ആളാണ്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ചതിച്ചുകൊണ്ട്, സ്വന്തം കല്യാണം കഴിക്കാൻ വെച്ച ആ കുട്ടിയെ ചതിച്ചുകൊണ്ട് നീ ഏതൊരു കാഫറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൻ്റെ കുഞ്ഞിനെയും ഗർഭം ചുമന്നുകൊണ്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നു അറബ് നാട്ടിൽ, അതും പരിശുദ്ധമായ ഈ ഒരു സ്ഥലത്ത്. ഞങ്ങളുടെ വീട്ടിലെ ഒരു തെറ്റിതുവരെ ചെയ്തിട്ടില്ല ആരും, നടന്നിട്ടുമില്ല. നീയായിട്ട് ദയവായി ഇവിടേക്ക് ശാപം ഉണ്ടാക്കരുത്. കാരണം ഇവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. നീ ഒരു ഇവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെ വരാനാണ് മലക്കുകൾ? കാരണം തെറ്റ് ചെയ്തൊരാളാണ് നീ. അതുമാത്രമല്ല, അന്ന് ഉംറക്ക് പോയപ്പോൾ നീ വന്നില്ല. അറിഞ്ഞില്ല ഞാൻ ഈമാനില്ലാത്ത ഹിദായത്ത് വിട്ടുപോയൊരു പെണ്ണാണ് ഇതെന്ന്. എന്നോടൊരു വാക്ക് പറഞ്ഞുണ്ടായിരുന്നോ ഞാൻ നിന്നെ മസറയിലേക്ക് കൊണ്ടുവരുമ്പോൾ? മസറയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പറഞ്ഞുണ്ടായിരുന്നോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാൻ തെറ്റുകാരിയാണെന്ന്? നീ മിണ്ടിയില്ലല്ലോ. അതെ, നീ എല്ലാം മറച്ചു വെച്ചു. നീ മറച്ചു വെച്ചത് കൊണ്ടാണ് എനിക്കൊന്നും അറിയാതിരുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി നിന്നെ വെച്ച് കെട്ടുകയായിരുന്നു. അവളെ കല്യാണം കഴിക്കണം, അവൾ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് പാവൻ്റെ സേഫ് ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനാണ് അദ്ദേഹത്തിൻ്റെ മേലിത് കെട്ടിവെക്കുന്നത്. അതും ഈ ഗർഭിണിയായ പെണ്ണിനെ, അതും ഏതോ ഒരു മതത്തിൽപ്പെട്ട ആളുടെ കുഞ്ഞിനെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്ന പേരിൽ മാത്രം മുസ്ലിം ഉണ്ടായിട്ട് കാര്യമില്ല ഫർസാന. അത് മനസ്സിൽ കൂടി വേണം. അതെ, സ്വന്തം മതത്തിനോട് നീതി പുലർത്താൻ സാധിക്കാത്ത നീയൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞ് എന്തിനു നടക്കുന്നത്? എന്തിനാ നിനക്ക് തട്ടം? അതൊക്കെ വലിച്ചു മാറ്റിക്കൂടെ? എത്രയോ ഹിന്ദുസിനെ കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ആ മതത്തിനോട് കൂറ് പുലർത്തുന്നവരാണ്. പക്ഷെ നീയോ മുസ്ലിം മതത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഇവിടെ കയറി കൂടിയിരിക്കുന്നു. ബേബി, ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. എന്തിനാണ് അറബ് നാട്ടിലേക്ക് നീ വന്നത്? ഞങ്ങളുടെ മസറയിൽ പോലും ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇറങ്ങിപ്പോകണം. നിൻ്റെ പാസ്പോർട്ട് തരാം. വിസ ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി ഒരിക്കൽ പോലും നീ ഇവിടെ നിൽക്കരുത്. പൊയ്ക്കോ, അവൻ്റെ കൂടെ തന്നെ. നിന്നെ ആരാണ് പിഴപ്പിച്ചത്? അവൻ്റെ കൂടെ തന്നെ നീ പൊയ്ക്കോ. അല്ലെങ്കിൽ നിൻ്റെ പാവപ്പെട്ട മാതാപിതാക്കളോട് കരഞ്ഞ് മാപ്പ് പറഞ്ഞു വാ. ഇറങ്ങ്. ജെയ്ത്തൂൻ ബേബി ആ പാസ്പോർട്ട് എടുത്തുകൊണ്ട് അവളുടെ നേരെ നീട്ടുന്നു. എന്നാ നിൻ്റെ പാസ്പോർട്ട്. ചെല്ല്, വിസ ക്യാൻസൽ ചെയ്യുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു തെറ്റുകാരിയെ ഇവിടെ താമസിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. പടച്ചവന് വരെ ഞങ്ങളോട് പൊറുക്കില്ല. സ്വന്തം മാതാപിതാക്കളെ കല്യാണം കഴിക്കാൻ വെച്ച നല്ലൊരു സോലിഹായ ചെക്കനൊക്കെ ഉപേക്ഷിച്ച് മറ്റേതോ ജാതിയിൽപ്പെട്ട ഒരു മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ആരുടെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവരെല്ലാവരും കൂടി നിന്നെ അങ്ങ് വിലക്കെടുത്ത്. എന്തൊക്കെയാണ്! അത്രക്കും തെറ്റ് ചെയ്യുന്ന ഒരാളവിടെ നിൽക്കാൻ പറ്റില്ല. അത് ഞാനല്ലല്ലോ. എന്തൊക്കെ തന്നെയാലും നീ പോയിട്ടല്ലേ. നീ എന്തിനാ അവൻ്റെ കൂടെ പോയി? നിനക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലേ? നിനക്ക് പഠിച്ച റബ്ബ് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ളത് തന്നിട്ടില്ലേ? പറയടി. ജെയ്ത്തൂൻ ബീവി
ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അത് പറയുന്നത്. അർബാവ് വരട്ടെ, ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ പിടിച്ചിറക്കാം. ആ പാതിരാത്രിയിൽ അവളതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എങ്ങോട്ടെന്നില്ലാതെ. എങ്ങോട്ട് പോകും ഒരു പിടുത്തവുമില്ല. മുൻപിൽ വിശാലമായ മരുഭൂമി ഒഴിഞ്ഞു കിടക്കുകയാണ്. എങ്ങോട്ട് പോകണം? ആകെ ഒരേ റോഡ് മാത്രം. ആ റോഡിലൂടെ വല്ലപ്പോഴും ഓരോ വാഹനം മാത്രം. ആ കൂരിരുട്ടിൽ അതാ ഫർസാന ആ ഒരു ബാഗും ചുമന്നുകൊണ്ട് അതിലൂടെ നടന്നു പോകുന്നു. അവളാകെ കണ്ണീരാണ്. തന്നെ അറബ് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. താൻ ചെയ്ത ഏറ്റവും വലിയ ആ ഒരു തെറ്റ് കാരണം താനത് പരസ്യമാക്കി. ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ലായിരുന്നു. രഹസ്യമാക്കി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. വേണ്ട, എന്തിന്? എല്ലാം പരസ്യമാക്കാണ്. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. അതനുഭവിച്ചേ തീരൂ. അതുകൊണ്ട് ഫർസാന ആ തണുത്തുറഞ്ഞ രാത്രിയിൽ ആ മഞ്ഞിൽ അതാ നടക്കുകയാണ്. വല്ലപ്പോഴും ഓരോ വാഹനങ്ങൾ മാത്രമാണ്. അതും അതിൻ്റെ ഹെഡ്ലൈറ്റ് പോലും കാണുന്നില്ല. മഞ്ഞ് മൂടിയിട്ട് ഒരു മങ്ങിയ ലൈറ്റ്. അവൾ ആ റോഡരികിലൂടെ നടന്നു പോയപ്പോൾ രണ്ടു ഭാഗത്തും മരുഭൂമിയാണ്. ഈ റോഡ് എങ്ങോട്ട്, എന്ത്, ഒന്നും അറിയുന്നില്ല. എത്ര കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം അതും അറിയുന്നില്ല. അറബിപ്പെണ്ണ് ആ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടിരിക്കുന്നു. ആ ബാഗും ചുമന്നുകൊണ്ട് അവൾ വീണ്ടും ആ റോഡിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുന്നു. കാലുകൾ മരവിക്കുന്നു. ഒന്നിനും കഴിയുന്നില്ല. തൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അവളാകെ അവശയായി. പുലർച്ചെ നേരം വെളുക്കാൻ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട്. അവൾ നടക്കുകയാണ്. അവൾ അവിടെ അതാ തളർന്നു വീഴുന്നു. കാലുകൾ കുഴയുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമെന്ന് തോന്നി. പക്ഷേ ഒന്നും പിടിക്കാൻ പോലും ഒരു മരം പോലും ഇല്ലാത്ത അവസ്ഥ. ആ മരുഭൂമിയിൽ അവൾ ഒറ്റപ്പെടുന്നു. തളർന്നു വീണ അവളെ തണുത്ത കാറ്റും മഞ്ഞും വന്ന് പൊതിയുന്നു. അവളാകെ മരവിച്ചിരിക്കുന്നു. തണുത്തു വിറച്ച് ഒരൈസ് പോലെ. ഇല്ല, ഇനി ഒന്നും കഴിയില്ല. അവളുടെ ഡ്രസ്സിനുള്ളിലേക്ക് അവളുടെ കൈകാലുകൾ പൂഴ്ത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ല, കഴിയുന്നില്ല. റബ്ബേ, എനിക്കൊന്നിനും കഴിയുന്നില്ലല്ലോ. അവൾ സങ്കടപ്പെട്ടു. അവളുടെ പഴയ കാലങ്ങൾ ഓർത്തു. ഉമ്മയും ഉപ്പയും ഓർത്തു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ്, അവരെ 3 പേരെയും ഓർത്തു. എന്നോട് പുറത്തു തരണം, അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും അങ്ങനത്തെ ചതി ചെയ്യില്ല. ഷെഫി ഉസ്താദെ, എന്നോട് ക്ഷമിക്കണം, അങ്ങനെ സ്വീകരിക്കണം. എനിക്ക് ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പോൾ ഞാനിത് ഗർഭിണി കൂടിയാണ്. അവൾ കരയുകയായിരുന്നു. അറിയാതെ ആ ഒരു തണുപ്പിൽ അവൾ ആ മരുഭൂമിയിൽ കിടന്ന് അറിയാതെ ഉറങ്ങുകയാണ്. പെട്ടെന്നതാ ഒരു വാഹനം തൻ്റെ നേരെ വരുന്നു. അത് തൻ്റെ അടുക്കൽ വന്ന് പാർക്ക് ചെയ്യുന്നു. അതിൽ ആ മങ്ങിയ വെളിച്ചം അവളുടെ മുഖത്തേക്ക് തട്ടുന്നു. അവൾ കൈകൊണ്ട് മുഖം പൊത്തി. ആശ്വാസം എന്നവണ്ണം ആ ഒരു വാഹനത്തിൻ്റെ ചൂടുള്ള ലൈറ്റ് അവളുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി. അവൾ അവളുടെ മുഖത്തിൻ്റെ മുഖപടലം മാറ്റി. ഹേയ്, ആരാ ഇത്? നിങ്ങളെന്തേ വഴിയിൽ കിടക്കുന്നത്? ആരാണ് നിങ്ങൾ? എണീക്കൂ, വരൂ, വാഹനത്തിലേക്ക് കയറാം. അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇല്ല, ഞാൻ വരുന്നില്ല. എന്താ മോളെ നീ ഇങ്ങനെ കിടക്കുന്നത്? എഴുന്നേൽക്കോ. അവളുടെ കൈ പിടിച്ചത് മറ്റാരുമായിരുന്നില്ല, ഒരു അറബി. അവളെ വാഹനത്തിലേക്ക് എഴുന്നേറ്റ് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. മോളെ, ഈ രാത്രി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. നീ എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകുന്നു? അദ്ദേഹം അറബിയിൽ ഓരോ വാക്കുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ അറിയില്ലെന്ന് അപ്പോഴും തലയാട്ടി. ഡിക്കിയിലുണ്ടായിരുന്ന ആ ഒരു കമ്പിളി പോലുള്ള ആ ഒരു ബ്ലാങ്കറ്റ് അയാൾ അതിൽ നിന്നെടുത്തു. അവളുടെ ശരീരത്തിൽ പുതപ്പിച്ചു. നന്ദിയോടെ അവൾ തൻ്റെ രക്ഷിച്ച ആളുടെ മുഖത്തേക്ക് നോക്കി. സുബ്ഹാനല്ലാ, സൈഫുദ്ദീൻ അറബി. അല്ലാ, സൈഫ്, നിങ്ങൾ? അതെ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി വന്നതാണ് ഞാൻ. എന്താ, നിനക്ക് പേടിയുണ്ടോ പെണ്ണെ? അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ അവളൊരു നിമിഷം ഞെട്ടിപ്പോയി. താൻ ബീവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. എന്നെ ഇറക്കി വിട്ടതാണ്. എന്നെ രക്ഷിച്ചത് സൈഫുദ്ദീനാണ്. അല്ലാ,
എന്ന് പറഞ്ഞതും അവൾ ഞെട്ടി ഉണർന്നു. പഠിച്ചോനെ, അവളാകെ വിയർത്തൊഴുകിയിരുന്നു. ഞാൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. അപ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ടില്ലേ? സൈത്തൂൻ ബേബി എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എന്നെ രക്ഷിക്കാൻ വന്നത് സൈഫ് അറബി അർബാവ്. റബ്ബേ, ഇല്ല, അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ ആ പട്ടുമെത്തയിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അവൾ കണ്ട സ്വപ്നം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. എത്രയൊക്കെ തണുപ്പായാലും AC ഇട്ടുള്ള ആ ഒരു ഉറക്കത്തിലായാലും എന്തൊക്കെ തന്നെയായാലും അതാ അവൾ ആ തണുപ്പിലും വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ടിഷ്യൂ എടുത്ത് അവൾ ആ വിയർപ്പ് തുടച്ചു. ഇത്രമാത്രം വിയർക്കാൻ ഞാൻ എന്താ റബ്ബേ, വല്ലാത്തൊരു സ്വപ്നമാണ് കണ്ടത്. യാഥാർത്ഥ്യമാകുമോ? അവളുടെ മനസ്സിൽ ഭീതി പടർന്നുകൊണ്ടിരുന്നു. റബ്ബേ, അർബാവിനൊരിക്കലും ബീവിയോട് അത് പറയാൻ തോന്നാതിരിക്കട്ടെ. പെട്ടെന്നായിരുന്നു വാതിലിൽ മുട്ട് കേട്ടത്. അവൾ ഞെട്ടി എണീറ്റു. ഫർസാൻ, യാ ഫർസാൻ, യാ ഫർസാൻ. അതെ, ജൈത്തൂൻ ബിയുടെ ശബ്ദമാണ്. അവൾക്ക് ഭയമായി. തന്നെ ഇറക്കിവിടാൻ വന്നതാണ് ബീവി എന്ന് അവർക്ക് ഉറപ്പായി. അവർ പതുക്കെ അതാ വാതിൽ തുറക്കുന്നു. അസ്സലാമലൈക്കും യാ ഫർസാൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്തു പറ്റി? എന്ത് പറ്റി ഫർസാനക്ക്? എന്ത് പറ്റി? എന്തോ വേർത്ത് ആകെ പേടിച്ചു പോലുണ്ടല്ലോ. ബീവി അവളുടെ തോളിൽ കൈയിട്ട് ആ ബെഡിൽ വന്നിരുന്നു. പറ മോളെ, എന്ത് പറ്റി? എന്ത് പറ്റിയത്? എന്തോ ടെൻഷൻ വന്നിട്ടുണ്ടല്ലോ. ഒരു നിമിഷം അവൾ വിചാരിച്ചു, ഇല്ല, അറബി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സ്നേഹത്തിലാണ് ബീവി എന്നെ നെഞ്ചോട് ചേർക്കുന്നത്. ഹേയ്, വിഷമിക്കാതിരിക്കൂ. എന്താ, വീട്ടിലേക്ക് പോകാൻ കൊതിയായിട്ടാണോ? വിഷമിക്കണ്ട കേട്ടോ, അതൊക്കെ ശരിയാകും. അതേ, വീട്ടിലേക്ക് ഞാനും നീയും എല്ലാവരും കൂടിയാണ് നാട്ടിലേക്ക് പോകുന്നത്. അല്ല, അതെ. എന്താ, പേടിയുണ്ടോ? അതെ, സേഫ് മാത്രമല്ല കേട്ടോ, സേഫിൻ്റെ കൂടെ ഞാനുണ്ട്. നമുക്ക് 3 പേർക്കും നാട്ടിലേക്ക്, നിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാം. എന്താ, പറ്റില്ലേ? ആശ്വസിപ്പിക്കുന്ന ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, പഠിച്ചോനെ, എത്ര സ്നേഹമുള്ള ബീവിയാണിത്. പാവം, അർബാവ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് അർബാവിനെ കാണുമ്പോൾ പേടിയാകുന്നു. ബീവി, എനിക്ക് ആകെ ഭയമാകുന്നു. എന്തിനു മോളെ, എന്തിനു ഭയക്കണം ഫർസാന? ഞാനിവിടെ ഉണ്ടാകുമ്പോൾ ഫർസാന ഭയക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. ആരെയാണ് മോള് പേടിക്കുന്നത്? പേടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ കൂടെ എന്നും മരണം വരെ ഞാനുണ്ടാകും. പോരെ? അവളുടെ ആ വെളുത്തു മെലിഞ്ഞ കൈകൾ തടവിക്കൊണ്ട് ഫർസാന ബീവി പറഞ്ഞു. പഠിച്ചോനെ, നിങ്ങൾ എന്തൊരു സ്നേഹമുള്ള. അതെന്താ പെണ്ണെ, വീട്ടിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വന്നവളെ സ്നേഹിക്കണ്ടേ? പിന്നെ അത് ഉപദ്രവിക്കണോ? നീ എന്തേ പറയുന്നത്? ഫർസാൻ, വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ടാവും കൂടെ എല്ലാത്തിനും. എന്താ, വിഷമായോ? തലേദിവസം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കണ്ട ആ ഒരു സ്വപ്നം. ബീവി, ജെയ്ത്തൂൻ, കുഞ്ഞിന് പാല് കൊടുക്ക്, കുഞ്ഞിന് പാല് കൊടുക്ക് പെണ്ണെ. കുഞ്ഞതൊക്കെ കരയുന്നത് കേട്ടില്ലേ? എന്താ ഇങ്ങനെ? ആ വാക്കുകളായിരുന്നു ബീവിയുടെ മനസ്സ് നിറയെ. അത് തൻ്റെ പ്രിയപ്പെട്ട ഫർസാനയെ കൊണ്ട് അത് സാധിപ്പിക്കണം, അത് എങ്ങനെയെങ്കിലും സാധിപ്പിക്കണം. അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ജീവിതകാലം മുഴുവൻ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ഫർസാന വേണം. അതാണ് അവർ ആഗ്രഹിക്കുന്നതും. പക്ഷേ ഫർസാനയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. താൻ എല്ലാ കാര്യങ്ങളും തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന അറബിക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഏത് നിമിഷവും എന്നെ ഇവിടുന്ന് ഒഴിവാക്കുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. പക്ഷേ ആ ഒരു രാത്രി ബീവിയോടൊപ്പം കിടന്നിട്ടും അവർ അത് പറഞ്ഞിട്ടില്ല. പാവം, പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട് ബീവി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫർസാൻ, വാ, നമുക്ക് പോകാം. പുറത്തിറങ്ങിയിട്ട് ഒന്ന് എക്സസൈസൊക്കെ ഒന്ന് ചെയ്യാം. അവൾക്ക് ഭയമായിരുന്നു. തൻ്റെ വയർ അതെങ്ങാനും പൊങ്ങുന്നുണ്ടോ? പഠിച്ചോനെ, 3 മാസത്തോളമായി. ഇത് 3 മാസമായിട്ടുണ്ടാവോ? എനിക്കറിയുന്നില്ല. എത്ര മാസമാകുമ്പോഴാണ് സാധാരണയായി വയർ പൊങ്ങുക? അതൊന്നും എനിക്കറിയുന്നില്ല. അവൾക്ക് ഭയമായിരുന്നു. ഫർസാൻ, വാ മോളെ, വാ. അവിടെ അർബാവുണ്ട്.
അർബാവ് നിന്നെ കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് കേട്ടപ്പോൾ ഫർസാന ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇതിനെക്കുറിച്ച് വല്ല ചർച്ചയും ചെയ്യാനാവുമോ? ഞാനാകെ ഭയക്കുകയാണ്, എനിക്കാകെ പേടിയാവുകയാണ്. വാ മോളെ ഫർസാൻ. ഫർസാനയുടെ കൈ പിടിച്ചുകൊണ്ട് അറബിയുടെ മുൻപിലേക്ക് അതാ ബീവി ചെല്ലുന്നു. അറബി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കുമുള്ള സീറ്റ് അവിടെ റെഡിയാക്കിയിരുന്നു. ഫർസാനയെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന തൻ്റെ ബീവിയെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറബി വിചാരിക്കുകയാണ്, രണ്ടും നല്ല ചേർച്ചയുണ്ട്. അതെ, എൻ്റെ 2 ഭാര്യമാർ, അവരാണ് വരുന്നത്. ഒരാൾ ഭാര്യ, ഒരാൾ ഭാര്യയാകാൻ പോകുന്നവൾ. പഠിച്ചോനെ, എല്ലാം മറന്നുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവളെ ഞാൻ സ്വീകരിക്കുകയാണ്. നീ തുണക്കണേ അല്ലാ. ഒരു നിമിഷം അറബി ദുആ ചെയ്തു. ഫർസാനയും സൈത്തൂൻ ബീവിയും കൈ പിടിച്ചുകൊണ്ട് വരുന്നു. സൈത്തൂൻ ബീവി അവളെ നിർബന്ധിക്കുന്നു, ഇരിക്കൂ ഫർസാന. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതെന്താ, എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്നോ നിനക്കെന്നോ ഇന്നിവിടെ സ്ഥാനത്തിന് ഒരു കുറവുമില്ല. നമ്മൾക്ക് 2 പേർക്കും ഒരേ സ്ഥാനമാണ് ഇനി ഇവിടെ ഉള്ളത്. അതെ സൈഫിൽ ഇനി നമുക്ക് 2 പേർക്കും ഒരേ അവകാശമായിരിക്കും. അവൾ ശരിക്കും ഒന്ന് ഞെട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊന്നും പാവം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭയമുണ്ടായിരുന്നു, താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുമെന്ന് കരുതി. അവൾക്ക് മനസ്സിനുള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അറബിയുടെ മുമ്പിലും ബീവിയുടെ മുമ്പിലും ഇരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. മനസ്സാകെ കലങ്ങി മറിയുകയാണ്. ഒരാളെൻ്റെ രഹസ്യമെല്ലാം അറിഞ്ഞ ആൾ, ഒരാളാണെങ്കിൽ എൻ്റെ രഹസ്യമൊന്നും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് റബ്ബേ ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. ഫർസാന. അറബിയുടെ ആ ഒരു വിളി കേട്ടാണ് അവൾ തലപൊക്കിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരാൻ തയ്യാറല്ലേ? സൈത്തൂൻ ബീവിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. സൈത്തൂൻ ബീവി അവളെ തട്ടിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. പറ മോളെ, സമ്മതമാണെന്ന് പറ. ഇനി എന്താ പറയാൻ താമസം? പറ. അവൾ ഒന്നും മിണ്ടുന്നില്ല. മൗനം സമ്മതമാണല്ലോ അല്ലേ? സൈത്തൂൻ ബീവി പറഞ്ഞു, ഞാൻ അല്പം മാറിത്തരാം. നിങ്ങൾ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്ക്, ബാക്കിയുള്ളത് കൂടി. എന്താ? അത് കേട്ടപ്പോൾ ഫർസാന കരഞ്ഞുപോയി. റബ്ബേ, പാവം ബീവി, അവർ ഒരുപാട് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിൽ. എന്തൊക്കെ തന്നെയാലും അറബി കാര്യങ്ങൾ അറിഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല റബ്ബേ. സൈത്തൂൻ ബീവി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഫർസാന, നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ? പക്ഷേ നിൻ്റെ അവസ്ഥ അത് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. നീ ഇന്ന് ഗർഭിണിയാണ്, അതറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനോടൊരു അപേക്ഷയുണ്ട്. എന്താണ്? തൽക്കാലം എൻ്റെ ഭാര്യയായിട്ട് നീ ഒന്ന് അഭിനയിക്കണം. അഭിനയിച്ചേ മതിയാവൂ. നിക്കാഹ് കഴിക്കണമെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നീ ഒരു ഗർഭിണിയായ പെണ്ണല്ലേ. അപ്പോൾ അത് നിൻ്റെ ഡെലിവറി ഒന്നും കഴിയാതെ അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ബീവി അറിയുന്ന രീതിയിൽ നീ അതിന് സമ്മതിക്കണം. നീ ഒന്ന് അഭിനയിക്കേണ്ടി വരും. എന്തൊക്കെ തന്നെയാലും നിൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നം വരാതെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഏർപ്പാട് ചെയ്യും. തൽക്കാലം നീ ഗർഭിണിയാകും. എങ്ങനെ? ഞാനും നീയും തമ്മിലുള്ള ആ ഒരു നിക്കാഹിന് ശേഷം അതിനുവേണ്ടി നീ എനിക്ക് സമ്മതം തരണം. അഭിനയിക്കണം എൻ്റെ ബേബിക്ക് വേണ്ടിയെങ്കിലൊന്ന്. എന്താ, സമ്മതമാണോ? അത് കേട്ടപ്പോൾ ഒരു നിമിഷം അവൾ ഞെട്ടിയെങ്കിലും തൻ്റെ കുഞ്ഞിനും തൻ്റെ ജീവനും ഏറ്റവും നല്ലത് ഈ വഴി തന്നെയാണെന്ന് അവൾക്ക് ബോധ്യമാവുകയാണ്. അവൾ ആ ഒരു നനഞ്ഞ കവൾ അവൾ പതുക്കെ ചിരിച്ചു തുടങ്ങി. അർബ, എനിക്ക് അതിന് സമ്മതമാണ്. മാഷാ അല്ലാ. അറബി പടച്ചെറുബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.
അവരുടെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ജെയ്ത്തൂൻ ബീവിയുടെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കുവാനാകുമോ? ഫർസാനയുടെ കുഞ്ഞ് അറബിയുടെ കുഞ്ഞായി അറിയപ്പെടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല റാഹത്തോടെ സന്തോഷത്തോടെ കൂടി ഇരിക്കുക. പടച്ച റബ്ബ് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്കൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒരുപാട് ആളുകൾ ഇനിയും ചെയ്തു, പക്ഷേ ഇനിയും ചെയ്യാനുണ്ട്. നമ്മൾ സാധാരണയായി വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബ് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം വെറും 10, 14 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഓരോരുത്തർ വിചാരിച്ചാലും ഓരോ സബ്സ്ക്രൈബ് തന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ നമ്മുടെ നൂർ ഫാത്തിമയുടെ അത്രയെങ്കിലും ഒരു 40 ആക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതിയാൽ എന്തൊക്കെ തന്നെയാലും നമുക്കൊരു സബ്സ്ക്രൈബ് തരാൻ സാധിക്കും. അല്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി കഥകളൊക്കെ കേൾക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ആൾ കമൻസിലൂടെയൊക്കെ പറയുന്നുണ്ട് ഷെഫി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ അറബി, അങ്ങനെയൊക്കെ ആരാണ് നമ്മുടെ ഫർസാനെ വിവാഹം കഴിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മുടെ അറബിയുടെ തീരുമാനം ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി കഥ കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.